Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫ്രഞ്ച് ഡിഷായ കീഷാണ്. പേസ്ട്രി ക്രസ്റ്റിൽ ഒരു സേവറി കസ്റ്റർഡ് ഫില്ലിങ്ങോട് കൂടിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് 1.5 കപ്പ് മൈദയും തണുത്തിട്ടുള്ള ഒരു സ്റ്റിക്ക് ബട്ടർ 1/2 കപ്പ് വരും അത് അത്രയും ചേർത്ത് നമുക്കിതിനെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ ചേർക്കാം. വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതും നന്നായി കമ്പൈൻ ആയതിന് ശേഷം ഒരു 2-3 ടീസ്പൂൺ തണുത്ത വെള്ളം ഐസ് വാട്ടർ അത് ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നോക്കിയിട്ട് വേണം അത് ചേർക്കാൻ. ഒരുപാട് ലൂസായ മാവാൻ പാടില്ല. ഏകദേശം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വെതറിയിട്ട് ഈ മാവിനെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതിനെ ഒരുപാട് നേരം കുഴയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ അതിലത്തെ ബട്ടറൊക്കെ ഉരുക്കിപ്പോവും. അതിന് ജസ്റ്റ് ആ ഉരുണ്ട ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു സെറാൻ റാപ്പിൽ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് അടച്ചു വെച്ച് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ഗ്രൗണ്ട് ചിക്കൻ ചേർക്കാം. അതിനെ ഒരു 5-7 മിനിറ്റൊക്കെ ധാരാളമായിരിക്കും. ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു തരി ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് റാപ്പൊക്കെ മാറ്റിയിട്ട് നമുക്കിനി ഇതിനെ പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ വെതറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് ഇതിൽ വെച്ച് ജെൻറ്റിലായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഒരു 9 ഇഞ്ച് പേസുള്ള ടാർട്ട് ടിന്നിലേക്ക് വളരെ കെയർഫുള്ളായിട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അതിനെ എല്ലാ സൈഡ്സും ഞെക്കി കൊടുക്കുക. ഉള്ളിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിമ്മിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇതിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് കുറച്ച് ബേക്കിംഗ് വെയ്റ്റ്സ്, ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അരി ഇട്ടതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 390 ഡിഗ്രി ഫാരനൈറ്റിൽ 10 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അരി അതിൽ നിന്ന് മാറ്റിയിട്ട് 320 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8-10 മിനിറ്റ്സ് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള എഗ് മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് 4 മുട്ടയിലേക്ക് 1/2 കപ്പ് ഹെവി ക്രീം ആദ്യം ഒഴിച്ച് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 കപ്പ് പാല് കൂടി ഒഴിച്ച് വീണ്ടും നന്നായി വിസ്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രസ്റ്റിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ മിക്സ്ചർ ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗ്രേയർ ചീസും കൂടി ആഡ് ചെയ്ത് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് മിക്സ്ചർ കൂടി ചേർത്ത് 320 ഡിഗ്രി ഫാരനൈറ്റ്സ് അഥവാ 160 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഒരു 25-30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കീഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒരു ബോളിൻ്റെ മുകളിലായിട്ട് ഈ ടാർട്ട് ടിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിമ്മ് വളരെ എളുപ്പത്തിൽ ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ചൂടോടെയോ തണുപ്പിച്ചിട്ടോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ ഫ്രഞ്ച് ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.